പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തിയത്. നാളെ ആലത്തൂരിലും ആറ്റിങ്ങലിലും പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കും. താരപ്രചാരകരെ കളത്തിലിറക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം കൂട്ടുകയാണ് BJP. KSEB ഓവർസിയറെ ഓഫീസിനുള്ളിൽ വെച്ച് മർദ്ദിച്ചു. KSEB ഓവർസിയറെ ഓഫീസിൽ കയറി മർദ്ദിച്ചതായും മുഖത്തടിച്ചതായും പരാതി. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. പത്തനംതിട്ട വായ്പൂർ സെക്ഷനിലെ ഓവർസിയർ വിൻസെന്റിനാണ് മുഖത്തടിയേറ്റത്. വൈദ്യുതി തടസ്സപ്പെട്ടത് അന്വേഷിക്കാനെത്തിയ 3-അംഗ സംഘത്തിലെ ഒരാളാണ് മുഖത്തടിച്ചത് എന്നാണ് പരാതി. മർദ്ദനത്തിന് ഇരയായ വിൻസെന്റ് മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പെരുമ്പട്ടി പോലീസ് വിൻസെന്റിൽ നിന്നും മൊഴിയെടുത്തു. KL 28 29 13 വാഗണർ കാറിലാണ് മുഖത്തടിച്ചയാൾ ഓഫീസിലെത്തിയത്. ഒമാനിൽ മരിച്ചവരിൽ ഒരു മലയാളിയും. ഒമാനിൽ കനത്ത മഴയെ തുടർന്ന് മരിച്ച 12 പേരിൽ ഒരു മലയാളിയും. അടൂർ കടമ്പനാട് സ്വദേശി സുനിൽകുമാറാണ് ജോലിസ്ഥലത്ത് വെച്ച് മതിലിടിഞ്ഞ് വീണ് മരിച്ചത്. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം നിലനിൽക്കുന്ന ഒമാനിൽ വിവിധ ഗവർണറേറ്റുകളിൽ ശക്തമായ മഴ തുടരുകയാണ്. മഴ ശക്തമായതിനെ തുടർന്ന് ഒഴുക്കിൽപ്പെട്ട് കാണാതായവർക്കായി തെരച്ചിൽ തുടരുകയാണ്. കാണാതായ 8 പേരിൽ 4 പേർ കുട്ടികളാണെന്നും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. സമതൽ ഷാനിൽ കാണാതായ 3 കുട്ടികളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. ഇതോടെയാണ് മരണനിരക്ക് 12 ഉയർന്നത്. ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ മലയാളികളെ നാട്ടിലെത്തിക്കാൻ കേന്ദ്രത്തിന് മുഖ്യമന്ത്രിയുടെ കത്ത്. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേലിന്റെ ചരക്ക് കപ്പലിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ നാട്ടിലെത്തിക്കാൻ ഉടൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറിന് കത്തയച്ചു. സുമേഷ് PV, ധനേഷ്, ശ്യാംനാഥ് തുടങ്ങി മലയാളികളാണ് കപ്പലിലുള്ളതെന്നും വിദേശകാര്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നുണ്ട്. ഇവരുടെ കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും ആശങ്കയും അറിയിച്ചു. പ്രദേശത്തെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് നയതന്ത്ര ഇടപെടലുകൾ നടത്തി ഉടൻ നാട്ടിലെത്തിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യമെന്നും കത്തിൽ പറയുന്നുണ്ട്. ഇന്നലെ ഉച്ചയോടെയാണ് ഹോർമൂസ് കടലിടുക്കിന് സമീപത്ത് വെച്ച് ഇറാൻ സേന കപ്പൽ പിടിച്ചെടുത്തത്. UAE-യിൽ നിന്ന് മുംബൈയിലേക്ക് വരികയായിരുന്ന കപ്പലാണ് പിടിച്ചെടുത്തത്. ഇസ്രയേലിന്റെ MSC ഏരീസ് എന്ന കപ്പലാണ് ഇറാൻ പിടിച്ചെടുത്തത്. കപ്പലിലുണ്ടായിരുന്ന മലയാളികളെ ഉടൻ തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി കുടുംബങ്ങൾക്ക് നേരത്തെ ഉറപ്പു നൽകിയിരുന്നു. ശശി തരൂരിനെയും 24 ന്യൂസ് ചാനലിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കീത് ചെയ്തു. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെതിരായ ആരോപണത്തിൽ UDF സ്ഥാനാർത്ഥി ശശി തരൂരിനും 24 ന്യൂസ് ചാനലിനും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കീത്. 24 ചാനൽ സംപ്രേഷണം ചെയ്ത അഭിമുഖത്തിൽ രാജീവ് ചന്ദ്രശേഖർ വോട്ടിനു വേണ്ടി വോട്ടർമാർക്കും സമുദായ നേതാക്കൾക്കും പണം നൽകുന്നുവെന്ന് തരൂർ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിലാണ് കമ്മീഷന്റെ നടപടി. തരൂരിന്റെ ആരോപണത്തിനെതിരെ BJP സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ലീഗൽ സെൽ കൺവീനർ അഡ്വക്കേറ്റ് JR പത്മകുമാറും NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജില്ലാ കൺവീനർ VV രാജേഷും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. പരസ്യം ചെയ്യൽ വിഷയത്തിൽ വിശദീകരണം തേടി കമ്മീഷൻ ശശി തരൂരിനും ചാനൽ മേധാവിക്കും നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ ആരോപണം തെളിയിക്കാനോ തൃപ്തികരമായ മറുപടി നൽകാനോ ഇരുവർക്കുമായില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 2 പേർക്കും കർശനമായ താക്കീത് നൽകിയത്. അഭിമുഖത്തിന്റെ വിവാദ ഭാഗങ്ങൾ മറ്റേതെങ്കിലും രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതും കമ്മീഷൻ വിലക്കിയിട്ടുണ്ട്.